നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പാവം പരുന്തിനെയും കൂട്ടരെയും ഉന്നം വെച്ച സ്വാമിയുടെയും ഡാഡിയുടെ സംസാരം. നീ സ്വാമിയെ ഉന്നം വെക്കുന്നു, സ്വാമി പരുന്തിനെ ഉന്നം വെക്കുന്നു, അത്ര തന്നെ. സത്യത്തില് എനിക്ക് സ്വാമിയെ നല്ല സംശയമുണ്ട്. എന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം സ്വാമിക്കില്ല. സ്വാമിയുടെ മുഖത്തെ പതർച്ച ഞാൻ കണ്ടതാ. ഒക്കെ നിന്റെ തോന്നലാവും അക്ഷര. കൃത്യമായ തെളിവുകളില്ലാതെ നമ്മൾ ആരെയും സംശയിക്കരുത്. അത് തിരുത്താൻ കഴിയാത്ത തെറ്റാവും. കുറ്റബോധം കൊണ്ട് നമ്മൾ നീറേണ്ടി വരും. ചിന്തിക്കുമ്പോ എനിക്ക് തെളിവുകൾ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ കഴിയുന്ന ആളല്ലേ സ്വാമി. സ്വാമിക്ക് സാറ് ശമ്പളം കൊടുക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. 10-15 കൊല്ലത്തിനേറെയാവുന്നു സാറിന് സ്വാമിയുമായിട്ടുള്ള ബന്ധം. ഇന്ന് വരെ സാറിന് തോന്നാത്ത സംശയം നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അത് പിന്നെ സ്വാമി ഡാഡിയുടെ രഹസ്യം സൂക്ഷിപ്പുകാരനല്ലേ. സ്വാമിയുടെ വെയർഅബൌട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയോ? എനിക്കറിയാവോ? ഇല്ല. പണ്ട് എപ്പോഴോ ഡ്രൈവിംഗ് ലൈസൻസിൽ കണ്ട പേര് മാത്രമാണ് സ്വാമിയെ പറ്റി നിങ്ങൾക്കറിയാവുന്നത്. മഴ നനഞ്ഞു വന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ഈ വീട്ടിൽ വന്ന് കയറിയ ആളാണ് സ്വാമിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദുരൂഹതകളുടെ ഒരു കൂടാരവാ സ്വാമി. സ്വാമിക്ക് എന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം അക്ഷര? അത് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് സ്വാമി ഉള്ളത്. ആ സംശയം അത്ര ശക്തമായി എനിക്കുള്ളത് കൊണ്ടാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നേ. ഹൈവേ കൊട്ടേഷനും പണം കവർച്ചയൊക്കെ സ്വാമി നടത്തിയ ഒരു നാടകമായിരിക്കുമെന്ന്. അതൊരു ഡ്രാമയായോ സ്വാമിയുടെ വക കുക്ക്ഡപ്പ് സ്റ്റോറിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അക്ഷര. വഴിയെ മനസ്സിലായിക്കോളും. നമുക്ക് തൽക്കാലം നിന്റെ അമ്മയുടെ പേരിലുള്ള ക്ലിനിക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. പണം വേണ്ടേ? വേണം. വേണ്ടത് ചെറിയ തുകയല്ല. ഡാഡിയോട് ചോദിക്കണ്ട. അമ്മയുടെ പേരിൽ ക്ലിനിക്ക് തുടങ്ങാതിരിക്കാൻ ചിലപ്പോ ഡാഡി ഒരുക്കിയ ഒരു തിരക്കഥയും ആവാം ഹൈവേ കൊട്ടേഷൻ. അക്ഷര, നീ ഇങ്ങനെ സംശയിച്ചും ചിന്തിച്ചും തല പുകയ്ക്കാതെ. അങ്ങനെ ഒരു സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. തൽക്കാലം എന്റെ ഓർണമെന്റ്സ് എല്ലാം വിൽക്കാം. നിങ്ങൾ എനിക്ക് വാങ്ങിത്തന്ന നെക്ലസ് ഒഴികെ. ഏയ്, അതൊന്നും വേണ്ട. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വഴിയുണ്ടാവും. വാതിലുകളെല്ലാം അടയുമ്പോ ദൈവം ഒരു ജനല് തുറക്കുമെന്ന. ഹലോ അമ്മേ. ആ മോനെ എവിടെയാ? ഞാനിവിടെ വീട്ടിലമ്മേ. സ്വാമി വന്നോ മക്കളെ? വന്നമ്മേ. എല്ലാം നഷ്ടങ്ങളാണല്ലോ മോനെ. ഇനിയിപ്പോ ക്ലിനിക്ക് എങ്ങനെ തുടങ്ങും? മൊത്തത്തിൽ നമുക്ക് കഷ്ടകാലാ. ഇനി എന്താണാവോ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നത്? അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുമേ. പൊന്നുമണി എന്തി? അവളിത് എന്റെ അടുത്ത് നിപ്പുണ്ട്. പണത്തിന് എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ മോനെ? അക്ഷരമോൾ എന്ത് പറയുന്നു? തൽക്കാലത്തേക്ക് അക്ഷരയുടെ ആഭരണങ്ങളൊക്കെ വിൽക്കാന്നാ അവള് പറയുന്നത്. അതൊന്നും വേണ്ട മോനെ. അവൾ അതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കുട്ടിയല്ലേ. വേറൊരു വഴിയുണ്ട്. പൊന്നുമണി പറയും. പൊന്നുമണി വേറെ വഴി കണ്ടുപിടിച്ചെന്നോ? കൊള്ളാലോ. ഫോൺ കൊടുത്തേ. ഹലോ മാഷിട്ട. പറയടി, എന്താണ് നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പുതിയ ഉപായം? ഞാനും അമ്മായിയും അച്ഛനും ഒക്കെ കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാന. നമുക്കിവിടെ വീട് സ്ഥലമൊക്കെ ഇല്ലേ, അതങ്ങോട്ട് പണയപ്പെടുത്തിയ അത്യാവശ്യത്തിനുള്ള പണം കിട്ടുമല്ലോ. ഏയ്, അതൊന്നും വേണ്ട. കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് പൈസ എടുത്താൽ ശരിയാവില്ല. അതിനിപ്പോ എന്താ, ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ലല്ലോ. ക്ലിനിക്ക് തുടങ്ങിക്കഴിഞ്ഞാ പതുക്കെ നമുക്ക് ആധാരം ഇങ്ങ് എടുക്കാമല്ലോ. അല്ലാതെ പുറത്ത് ആരോട് സഹായം ചോദിക്കേണ്ടെന്ന അച്ഛന്റെ അഭിപ്രായം. അമ്മായി അത് തന്നെ പറയുന്നേ. എന്തായാലും ഞാൻ അക്ഷരയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. മാഷേട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. നീ ഫോൺ വെച്ചോ.
സാമ്പ്രാണിക്കൊടിയിലെ വീടിന്റെ ആധാരം പണയം വെക്കുന്ന കാര്യമാണ് സംസാരിച്ചത്. അതെ, അക്ഷര ചേച്ചി സമ്മതിക്കാൻ സാധ്യതയില്ല. പക്ഷേ മാഷേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നാ പൊന്നുമണി പറഞ്ഞത്. പിന്നെ ആഭരണങ്ങളിൽ തൊടാൻ അമ്മ സമ്മതിക്കത്തില്ല. നമ്മുടെ വീടാ, സഹായം സ്വീകരിക്കുന്നതില് തെറ്റില്ല. എന്നാലും ഇവിടെ ഇത്രയും വലിയൊരു വീടുള്ളപ്പോ ഈ വീടിന്റെ ആധാരത്തിൽ തൊടാൻ നിന്റെ അപ്പച്ചി സമ്മതിക്കോ? നല്ല കാര്യായി. നിന്റെ ഡാഡിയുടെ പേരിലുള്ള വീടാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോ അവരെന്തെങ്കിലും ഉടക്കു വയ്ക്കും. അല്ലെങ്കിൽ തന്നെ ഡാഡിയോട് സഹായം ചോദിക്കുന്നതോ ഡാഡിയുടെ മുന്നിൽ കൈ നീട്ടുന്നതോ എനിക്കിഷ്ടമല്ല. ഡാഡിയുടെ മുന്നിൽ നിങ്ങൾ ചെറുതാവുന്നതും എനിക്ക് സഹിക്കത്തില്ല. അങ്ങനെ വലുതുണ്ടോ അക്ഷര? സാറെന്നെ മകന്റെ സ്ഥാനത്തല്ലേ കാണുന്നത്? അത് സ്നേഹത്തെക്കാൾ ഉപരി മകളുടെ ജീവൻ രക്ഷിച്ച ആളിനോടുള്ള കടപ്പാടാ. അത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്, അപ്പ അറിയാം ഡാഡിയുടെ തനി നിറം. സാറിനോട് നിനക്കിപ്പോ ഉള്ളിൽ ദേഷ്യം മാത്രോ? ഒരുപാട് ഇഷ്ടപ്പെട്ടവർ പിണങ്ങുമ്പോ അകൽച്ചയുടെ വ്യാപ്തി കൂടുമെന്ന അക്ഷര. എനിക്കറിയാവുന്നത് പോലെ എന്റെ ഡാഡിയെ നിങ്ങൾക്കറിയത്തില്ലല്ലോ. ഇപ്പൊ ഓരോന്ന് ചിന്തിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് കാഞ്ചന അപ്പച്ചി പറയുന്ന പലതും ശരിയാണെന്ന്. അതാണ് കുഴപ്പം. ബുദ്ധിയുള്ളവർക്ക് നിന്നെ മിസ്ഗൈഡ് ചെയ്യാൻ എളുപ്പമാ. മരിച്ചുപോയ സുനിത ഡോക്ടർ കുറെ കാലം സമർത്ഥമായി നിന്നെ ഉപയോഗിച്ചതാ. നിന്റെ അപ്പച്ചി അങ്ങനെ തന്നെയായിരുന്നു. എന്നെ ഇപ്പൊ ഗൈഡ് ചെയ്യാൻ നിങ്ങളില്ലേ, എന്റെ തലൈവർ. ഗുഡ് കോംപ്ലിമെന്റ്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമുക്ക് സാമ്പ്രാണിക്കൊടി എന്നുള്ള സഹായം സ്വീകരിക്കാം. എന്റെ അമ്മയുടെ പേരിലുള്ള ആശുപത്രിക്ക് എന്റെ ഭർത്താവിന്റെ അമ്മയുടെ വക സഹായം നല്ലതാ. അത് ശരിയാ. രണ്ടമ്മമാരുടെ അനുഗ്രഹവും നമുക്കുണ്ടാവും. നമ്മുടെ ക്ലിനിക്ക് പെട്ടെന്ന് പച്ചപിടിക്കുകയും ചെയ്യും. ആശുപത്രി രോഗികളെ കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവദോഷം കിട്ടും. ഓ പിന്നെ, എന്ന് വെച്ചാ രോഗം നമ്മൾ സൃഷ്ടിക്കുന്നതല്ലേ? നമ്മള് രോഗികളെ ചികിത്സിച്ചും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരല്ലേ? എന്തായാലും മനസ്സിനുള്ളിലേക്ക് ഒരു വെട്ടം വീണു. നിങ്ങൾ പറഞ്ഞതുപോലെ ദൈവം ഒരു ജനാല തുറന്നു. മൂക്കും വായും ഒന്നിച്ച് ദൈവം പൊത്തിപ്പിടിക്കത്തില്ല അക്ഷര. സാമ്പ്രാണിക്കൊടിന്ന് സഹായം കിട്ടുന്നാലും എനിക്കൊരു സ്വകാര്യ സന്തോഷം കൂടിയുണ്ട്. എന്താ? ഡാഡിയുടെ ഗർവിന് തലക്ക് കിട്ടുന്ന ഒരു തട്ട് കൂടിയാണത്.